വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 70/2025 എന്ന് പറയുന്ന കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 സയൻസ് ക്വസ്റ്റ്യൻസ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പൊ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ഓരോ ദിവസമായിട്ടും 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സയൻസ് ക്വസ്റ്റ്യൻസ് മാത്രം ഇന്നലെയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ കാണാത്ത കുട്ടികളാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പ്രത്യേകം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക എല്ലാവരും. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ പ്രീവിയസിലെ ഇപ്പൊ 3 വർഷം 4ാമത്തെ വർഷത്തെയാ പഠിക്കണേ അല്ലെ. അപ്പം മുന്നേ 3 വർഷത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനുബന്ധ വസ്തുതകളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ടീച്ചർ പറയില്ലേ അതായത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പൊ പറയുമ്പോൾ എക്സ്പ്ലനേഷൻ ഒന്നുമില്ലാതെ വെറുതെ ക്വസ്റ്റ്യൻ ആൻസറും മാത്രം പറയും, ചിലതിന് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതെന്താന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ ആക്കുക എന്നുള്ളത്. ഇതിന്റെ ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? ആദ്യം നടന്നത് ഈഴവ മെമ്മോറിയൽ ആണ്. ഫസ്റ്റ് ഈഴവ മെമ്മോറിയൽ ആണ്. 2 നടന്നത് വൈക്കം സത്യാഗ്രഹമാണ്. അടുത്തത് നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. അടുത്തത് നടന്നത് പാലിയം സത്യാഗ്രഹമാണ് അല്ലെ. അപ്പോ ഓപ്ഷൻ ബി 2, 4, 1, 3 എന്നുള്ളതാണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? അദ്ദേഹത്തിന്റെ പേര് സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ അല്ലെ INCയുടെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിലാണ്. എവിടെയാണ്? അമരാവതി സമ്മേളനത്തിലാണ്. അമരാവതി INCയിലാണ് അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്നത് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേയൊരു ഇന്ത്യക്കാരനും സി ശങ്കരൻ നായർ ആണ് എന്ന് ഓർത്തു വെക്കുക. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഗാന്ധിജിയും അരാജകത്വവും. ഗാന്ധിജിയും അരാജകത്വവും എന്നത് സി ശങ്കരൻ നായരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവും ആര് തന്നെയാണ്? സി ശങ്കരൻ നായരാണ് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കൂ. 1900 ഏത് വൈസ്രോയിക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആർക്കാണ്? ലോർഡ് കേഴ്സൺ ആണ് നമ്മൾ 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അല്ലെ. 2ാം ഈഴവ മെമ്മോറിയൽ ലോർഡ് കേഴ്സന് സമർപ്പിച്ചു അല്ലെ. എന്താണ് ഈഴവ മെമ്മോറിയൽ? ഈഴവ സമുദായത്തിലുള്ള അംഗങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി 13,176 പേര് ഒപ്പിട്ട ഒരു ഹർജി തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ആർക്ക്? ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതിനെയാണ് നമ്മൾ ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപു ആണ് അതിന് നേതൃത്വം നൽകിയത്. ഇനി ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യ എന്ന് പറയുന്ന ആളായിരുന്നു ദിവാൻ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1900 അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. അത് സമർപ്പിച്ചത് കേഴ്സൺ പ്രഭുവിനാണ്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ജോഡി എന്നത്
കണ്ടെത്തുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ദേശാഭിമാനി, ശരിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചവറ, ആത്മാനുതാപം, ശരിയാണ്. അപ്പോ ഇതിൽ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ് അല്ലെ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് ആര്? നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് 1905 ജാനുവരി മാസം 19-ാം തീയതി എന്നാണ്, അഞ്ചുതെങ്കിലാണ് ഈ പത്രം സ്ഥാപിതമായത്. എന്നാൽ 1906 അത് വക്യത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്ന് എന്നാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് എടുത്തു ചോദിച്ചാൽ 1907 എന്ന് പറയണം. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയും അതുപോലെ തന്നെ CP ഗോവിന്ദപിള്ള ആര്യഭൂഷണം എന്ന പത്രത്തിന്റെ പത്രാധിപത്യം സ്വീകരിച്ചപ്പോഴാണ് K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരാകുന്നത് എന്നും കൂടി നിങ്ങൾ ഓർത്തുവെക്കാം. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സമത്വ സമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെയാണ്. നമ്മള് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഇനി അടുത്തത് 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആരാണ് സ്ഥാപിച്ചത്? DK കാർവെയാണ്. ആരാണ് സ്ഥാപിച്ചത്? DK കാർവെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലെ. ചൗരി ചൗര സംഭവമാണ്. ഏതാണ്? ചൗരി ചൗര സംഭവം. അടുത്തത് നോക്കൂ. സന്യാസി കലാപം നടന്നത് എന്താണ്? എവിടെയാണ് സന്യാസി കലാപം നടന്നത്? എവിടെയാണ്? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ് എന്ന് ഓർത്തുവയ്ക്കാം. ഇനി അപ്പോ അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സന്യാസി കലാപത്തെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ. അപ്പൊ സന്യാസി കലാപത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ നമുക്ക് പറയാം. സന്യാസി കലാപം എവിടെയാണ് നടന്നതെന്നാ പറഞ്ഞേ? ബംഗാളിലാണ്. ബംഗാളിലെ മത ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപത്തെയാണ് നമ്മൾ സന്യാസി കലാപം എന്ന് പറയുന്നത്. സന്യാസി കലാപത്തെ ആധാരമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു കൃതി രചിക്കുകയുണ്ടായി. അതിന്റെ പേരാണ് ആനന്ദമഠം. അത് 1882 ആനന്ദമഠം എന്ന് പറയുന്നത് ഏത് നോവലാണ്? ബംഗാളി ഭാഷയിലുള്ള നോവലാണ്. ആ ആനന്ദമഠം നോവലിലെ കേന്ദ്ര കഥാപാത്രം ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭവാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത്രയും കാര്യം ഒന്ന് ഓർത്തോളോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? പഠിച്ചിട്ടുണ്ട് നമ്മൾ. ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. അടുത്ത ചോദ്യം നോക്കൂ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച വ്യക്തി ആരാണ്? വില്യം ജോൺസ് ആണ്. ആരാണ്? വില്യം ജോൺസ് അല്ലെ. വില്യം ജോൺസ് സ്ഥാപിച്ചു. ഇനി അടുത്തത് നമ്മുടെ എന്താണ് ഈ സൊസൈറ്റികളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 1-2 കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഓർത്തു വെക്കാം. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നിരവധി സയന്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ എന്തിനാണ് സയന്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിച്ച്? ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും അതിന്റെ ചർച്ച ചെയ്യാനുമായിട്ട്. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിച്ചത് 1825 കൽക്കട്ടയിലാണ്. അതുപോലെ തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് അലിഗഡിൽ 1864 ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ബീഹാറിലാണ്. അത് 1868 കൂടെയാണ് എന്ന് ഓർത്തുവെക്കാം. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലാണ് എന്നാണ് ചോദ്യം. ലോക്സഭയിലാണ്. ധനബിൽ ആദ്യമായി ലോക്സഭയിലാണ് എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ലോവർ ഹൗസ് അഥവാ അധോസഭ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ലോക്സഭയെയാണ്. ജനപ്രതിനിധികളുടെ സഭയാണ്
ലോകസഭ? 1952 ഏപ്രിൽ മാസം 17-ാം തീയതിയാണ് ലോകസഭ രൂപീകൃതമായത്. ലോകസഭയുടെ എന്താ പറയുന്നത് പ്രഥമ സമ്മേളനം നടന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെയ് മാസം 52 തന്നെ മെയ് മാസം 13-ാം തീയതിയാണ്. ഹൗസ് ഓഫ് പീപ്പിൾ ലോക്സഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് 1954 മെയ് മാസം 14-ാം തീയതിയാണ്. ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ് എന്നീ പേരുകളിൽ ഒക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ലോക്സഭയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 81 അല്ലെങ്കിൽ 81-ാം അനുച്ഛേദം അനുസരിച്ചാണ് ലോക്സഭ രൂപീകൃതമായത് എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ. ഇനി അടുത്തത് നമ്മൾ ധനബില്ലിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്നത്. അനുച്ഛേദം 110-ലാണ്, ആർട്ടിക്കിൾ 110-ലാണ് എന്ത് ധനകാര്യ ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ് കേട്ടോ. ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് ധനബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് എന്താ പറയുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കർ ആണ് എന്ന് പറയണം ട്ടോ. ഇനി അടുത്തത് 12 മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെയും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയുമാണ് സ്ഥാപിക്കാൻ എന്താ പറയാ നമ്മൾ സമീപിക്കാൻ കഴിയുക എന്ന്. എന്താണ്? റിട്ട് അല്ലെ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇതിന്റെ ഭരണഘടനയുടെ അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറി, കൊവാറന്റോ അല്ലെ, ഇതൊക്കെ നമ്മള് എന്താ പറയുന്നത് റിട്ടുകൾ നമ്മള് ഞാൻ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61-ാം ഭരണഘടനാ ഭേദഗതി ആണ് അത്. 1989-ലാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയും ആർ വെങ്കിട്ടരാമൻ എന്താണ് നമ്മുടെ പ്രസിഡന്റുമായിരുന്ന സമയത്താണ് ഈ ഭേദഗതി പാസ്സായത് അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയില്ലേ? ഇനി ആർട്ടിക്കിൾ 326-ലാണ് ഭേദഗതി വരുത്തിയത്. എന്തിലാണ്? ആർട്ടിക്കിൾ 326-ലാണ് ഭേദഗതി വരുത്തിയത് എന്നും കൂടി നമ്മൾ ഓർക്കുക. ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് എന്നുള്ളത് കൊണ്ട് വളരെ പ്രധാനമാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിക്കോളോ. 14-ാമത്തെ ചോദ്യം വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് പെടുന്നത്. നമുക്കറിയാം ലിസ്റ്റുകളെ നമുക്ക് പൊതുവെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയി തിരിക്കാം അല്ലെ. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ പട്ടികയിലാണ്? 7-ാമത്തെ പട്ടികയിലാണ് എന്നും ആർട്ടിക്കിൾ 246-ലാണ് എന്നും പറഞ്ഞു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓരോ ലിസ്റ്റിലും പെടുന്നത് ഞാൻ പറയാം. അതായത് യൂണിയൻ ലിസ്റ്റില് 100 വിഷയങ്ങളാണ് ഉള്ളത് നിലവില്. പക്ഷെ മുമ്പ് 97 വിഷയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ 61 വിഷയങ്ങളാണ്. കൺകറന്റ് ലിസ്റ്റിൽ തുടക്കത്തിൽ 42 വിഷയങ്ങൾ ഉണ്ടായത് ഇപ്പോൾ 52 വിഷയങ്ങളാണ് ഉള്ളത്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ ആർക്കാണ് അധികാരം? പാർലമെന്റിനാണ് അധികാരം. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ 5 വിഷയങ്ങളാണ് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം തുടങ്ങിയവ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി 1-2 കാര്യം പറയാം. നമുക്ക് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് സെൻസസ്, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, പൗരത്വം, യുദ്ധം, സമാധാനം, ഇൻഷുറൻസ്, ബാങ്കിങ്, കറൻസി, അതുപോലെ വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, തപാല്, ടെലിഫോൺ, ഇതൊക്കെ തന്നെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ്.
വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, വനം, അതുപോലെ തന്നെ എന്താ പറയാ, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, നീതിന്യായ ഭരണം, വർത്തമാന പത്രങ്ങള്, ട്രേഡ് യൂണിയനുകള്, ട്രസ്റ്റുകള്, അതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നു. ക്രമസമാധാനം, പോലീസ്, ജയില്, തദ്ദേശ സ്വയംഭരണം, പൊതുജനാരോഗ്യം, കൃഷി, ഫിഷറീസ്, കെട്ടിട നികുതി, ഭൂനികുതി, കാർഷികാദായ നികുതി തുടങ്ങിയവ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് എന്നും കൂടി ഓർത്തുവെക്കാം. അടുത്തത്, താഴെ പറയുന്നവയിൽ രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ് പറയുന്നത്. അടുത്തത്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, ശരിയാണ്. അതുപോലെ തന്നെ സ്ഥിരം സഭയാണ്, അതും ശരിയാണ്. കാലാവധി തെറ്റാണ്. സ്പീക്കർ, അത് തെറ്റാണ്. അധ്യക്ഷൻ. അപ്പൊ നമ്മള് ഏതാണ് ശരി? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും സ്ഥിരം സഭ എന്നും അറിയപ്പെടുന്നത് രാജ്യസഭയാണ് എന്ന് പഠിച്ചു വെക്കാം. രാജ്യസഭ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നു. 1952 ഏപ്രിൽ മാസം 3-ാം തീയതി രാജ്യസഭ നിലവിൽ വന്നു. എന്നാൽ മെയ് മാസം 13-ാം തീയതി അതിന്റെ ആദ്യ സമ്മേളനം നടന്നു എന്നും ഓർത്തുവെക്കാം. രാജ്യസഭയ്ക്ക് സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് എൽഡേഴ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നീ പേരുകളുണ്ട്. രാജ്യസഭയുടെ കാലാവധി ഇവിടെ പറയുന്നുണ്ട്, പക്ഷേ രാജ്യസഭയ്ക്ക് എന്തില്ല? കാലാവധി ഇല്ല എന്ന് മനസ്സിലാക്കാം. രാജ്യസഭ അംഗത്തിനാണ് കാലാവധി, അംഗത്തിന് 6 വർഷത്തെ കാലയളവാണ് എന്നും മനസ്സിലാക്കാം. ഇനി സ്ഥിരം സഭയാണ് എന്ന് നമ്മൾ പറഞ്ഞു. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നും കൂടി നമ്മൾ ഓർത്തുവെക്കാം. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ചെയർമാൻ ആണ്. ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് എന്നും കൂടി ഓർത്തുവെക്കണം കേട്ടോ. അപ്പൊ ഇത്രയും രാജ്യസഭയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് നോക്കൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് മാസം 2-ാം തീയതിയാണ് സമർപ്പിച്ചത്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? JD വാൻസ് ആണ്. JD വാൻസ് ആണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഒരു കാര്യം ഓർത്തേ, 2025 പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുകയുണ്ടായില്ലേ? അപ്പോ എന്താ പറയുന്നത്, അവിടേക്ക് ഇന്ത്യയുടെ മുഖ്യ പ്രതിനിധിയായിട്ട് വന്നത് ആരാണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആയ ക്രിസ്റ്റീൻ കാർല കാംഗ്ലോ ആണ് വന്നത് എന്ന് ഓർത്തുവെക്കാം കേട്ടോ. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2025 ഡിസംബറിൽ സന്ദർശിക്കുകയുണ്ടായി. അതുപോലെ 2025 ഒക്ടോബറിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ നമ്മുടെ ഇവിടെ സന്ദർശനം നടത്തുകയുണ്ടായി. ഇനി അടുത്തത് 2025 ഓഗസ്റ്റ് മാസത്തിൽ ഫിലിപ്പീൻസ് പ്രസിഡന്റ് കേട്ടോ ഫെർഡിനാൻഡ് മാർക്കോസും ഇവിടെ സന്ദർശനം നടത്തുകയുണ്ടായിന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ് നിങ്ങൾ കേട്ടോ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് VP മേനോൻ എന്നാണ്. അടുത്തത്, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? ഗുൽസാരി ലാൽ നന്ദയാണ്. ഗുൽസാരി ലാൽ നന്ദ. 1950 മാർച്ച് മാസം 15-ാം തീയതിയാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന് പ്രധാനമന്ത്രി അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, കേന്ദ്ര ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന അംഗങ്ങൾ, അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ഘടന. ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരി ലാൽ നന്ദയായിരുന്നു എന്നും ഓർത്തുവെക്കാം. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ചൈനയുമായാണ്. 1954 ചൈനയുമായുള്ള അതിർത്തി തർക്കം ഉണ്ടായപ്പോഴാണ് പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യയും ചൈനയും ഒപ്പിട്ടത്. കരാറിൽ ഒപ്പുവെച്ചത് ചൈനീസ് പ്രധാനമന്ത്രി ചൗവൻലായും ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും തമ്മിലായിരുന്നു എന്നും ഓർക്കണം. അടുത്തത്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? എല്ലാവർക്കും അറിയുന്നതാണ്, ടീച്ചർ പറയാതെ തന്നെ. ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വ്യക്തി
വ്യക്തിയാണ്. അദ്ദേഹത്തിന് 1997 ഭാരതരത്ന ലഭിച്ചു. 1981 പത്മഭൂഷണും 1990 പത്മവിഭൂഷണും ലഭിച്ചു എന്ന് ഓർത്തുവെക്കാം. ഇനി അടുത്തത് ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ചിലപ്പോ അങ്ങനെ ചോദിക്കാം നമുക്ക് കേട്ടോ, വളരെ പ്രധാനമാണ്. ഇനി വിക്രം സാരാഭായി ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ്. ഡോക്ടർ രാജാരാമണ്ണ ആരാണ്? ഇന്ത്യൻ അണുബോംബിന്റെ പിതാവാണ്. ഇനി ഹോമി ജഹാംഗീർ ബാബ ആരാണ്? ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളോ. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വാരണാസിയാണ്. വാരണാസി ആരാണ്? വാരണാസിയാണ് കേട്ടോ. ഇനി അടുത്തത് രാഹുൽ ഗാന്ധി എവിടെയാണ്? റായ്ബറേലി. പ്രിയങ്ക ഗാന്ധിയോ? വയനാട്. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റായ്ബറേലി ആരാണ്? റായ്ബറേലിയില് രാഹുൽ ഗാന്ധി. വയനാട് ആരാണ്? നമ്മുടെ പ്രിയങ്ക ഗാന്ധി. ഇനി ഗാന്ധിനഗർ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിനഗറിൽ ആരാണ്? അമിത് ഷാ ആണ്. ഗാന്ധിനഗറിൽ ആരാണ്? അമിത് ഷാ ആണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ ആണ് ISROന്റെ നിലവിലെ ചെയർമാൻ. അടുത്തത് ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിരിക്കുന്നു. ഇതിലെ ശരിയായ ജോഡി കണ്ടെത്തുക. ആദ്യത്തത് ഹിരാക്കുഡ് ഡാം. ഹിരാക്കുഡ് എവിടെയാണ്? ഹിരാക്കുഡ് മഹാനദിയിലാണ്. ഹിരാക്കുഡ് മഹാനദി. അടുത്തത് നോക്കിയേ, രണ്ടാമത്തത് സർദാർ സരോവർ. സർദാർ സരോവർ എവിടെയാണ്? നർമ്മദയിലാണ്. സർദാർ സരോവർ നർമ്മദയിലാണ്. അടുത്തത് നോക്കൂ, കൃഷ്ണ രാജാസാഗർ. കൃഷ്ണ രാജാസാഗർ എവിടെയാണ്? കാവേരിയിലാണ്. കൃഷ്ണ രാജസാഗർ കാവേരി. അപ്പൊ നിസാം സാഗർ എവിടെയാണ്? നിസാം സാഗർ ഗോദാവരിയിലാണ്. നിസാം സാഗർ എവിടെയാണ്? ഗോദാവരിയിലാണ്. പഠിച്ചു വെക്കാട്ടോ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമലയാണ് കേട്ടോ. ഏതാ? അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിന്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? 2016 യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ ജൈവ മേഖല കൂടിയാണ് ഇത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ടായി. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 2001 എന്നും ഓർത്തുവെക്കണം കേട്ടോ. ഇന്ത്യയിലെ 10ാമത്തെ ജൈവ മണ്ഡലമാണ് ഏത്? അഗസ്ത്യമല എന്നോർക്ക. ഒന്നാമത്തേത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഒന്നാമത്തേത് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് എന്നും കൂടി ഓർത്തുവെക്കണം. അടുത്തത് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ് എന്ന് മനസ്സിലാക്കാം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണ് മാതൃക മത്സ്യ ഗ്രാമം എന്നുള്ളത്. ഉൾനാടൻ മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സുഭിക്ഷ കേരള പദ്ധതി എന്നും കൂടി ഓർത്തുവെക്കാം. ഉൾനാടൻ മത്സ്യ സമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും എന്നുള്ളതും കൂടി ഓർത്തുവെക്കാം. അടുത്തത് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം ചെങ്കോട്ടയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ അല്ലെ. കൊല്ലം ചെങ്കോട്ട 1904 തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ സ്ഥാപിക്കപ്പെട്ട സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളാണ് നമ്മൾ പറയാ കേട്ടോ. ഇനി അടുത്തത് ബ്രിട്ടീഷുകാരാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ചത്. അത് 1861 അത് ബേപ്പൂർ തിരൂരാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത എന്ന് പറയുന്നത് ബോംബെ താനെയാണ്. അത് 1853 ഏപ്രിൽ മാസം 16 എന്നും ഓർക്കാം.
അടുത്തത് ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏത് എന്ന് ഓർത്തു വെക്കണം. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു, അത് ഇതിന്റെ സവിശേഷത അല്ല മക്കളെ. രണ്ടാമത്തത് സവിശേഷതകൾ അല്ലാത്തത് എന്നാണ് ചോദ്യം ട്ടോ. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു, ശരിയാണ്. അടുത്തത് എന്താണ്? മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളുണ്ട്, ശരിയാണ്. നിരപ്പായ താഴ്വരകളായ ദൂണുകൾ കാണപ്പെടുന്നു, അത് തെറ്റാണ്. ഇതൊന്നും അതിന്റെ സവിശേഷത അല്ല ട്ടോ. അപ്പോ നമുക്കറിയാം ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിച്ചു കിടക്കുന്ന 3 സമാന്തര പർവ്വത നിരകളെയാണ് നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നീ സമാന്തര പർവ്വത നിരകൾ ചേർന്നതാണ് എന്ത്? ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഗ്രേറ്റർ ഹിമാലയം, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രി ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ് എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും ട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മള് ഇതിൽ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ളതാണ് ട്ടോ. 30ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? ബ്രഹ്മപുരമാണ് മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എന്ന് ഓർത്തു വെക്കാം. കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്നതാണ് എവിടെ? കായംകുളത്ത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിൽ ചൂളത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നാഫ്ത സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഇനി ഇന്ധനം പ്രകൃതിവാതകമായിട്ടുള്ളതാണ് ചീമേനി. ചീമേനി കാസർഗോഡാണ്. ഡീസൽ ഇന്ധനമായിട്ടുള്ളതാണ് ഒന്ന് നല്ലളം, അതെവിടെയാണ്? കോഴിക്കോട്. അടുത്തത് ബ്രഹ്മപുരം, അത് എറണാകുളം. അടുത്തത് കായംകുളം, അവിടെയും ഉണ്ട്. കായംകുളത്ത് നാഫ്തയാണ്, അത് ആലപ്പുഴയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2027 ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന ഇത് എവിടെയാണ്? 2027 സൗദി അറേബ്യയിലാണ് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായത് ഏതാണ്? ഏതാണ് ശരി? ഫസ്റ്റ്, പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയതാണ് പാമ്പാടും ചോല. അടുത്തത് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു മതികെട്ടാൻ ചോല. ഇനി അടുത്തത് ഇരവികുളം. ഇരവികുളത്തിന്റെ പ്രത്യേകത എന്താ? ഇരവികുളത്തിൽ എന്താ കാണപ്പെടുന്നത്? നീലഗിരി താറുകളെ കാണപ്പെടുന്നു. സൈലന്റ് വാലി എവിടെയാണ്? നീലഗിരി കുന്നുകൾ. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അടുത്തത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ നമ്മൾ ഏത് പേരിട്ടാണ് വിളിക്കുന്നത്? ഏത് പേരിട്ട് വിളിക്കുന്നു? ലൂ എന്ന് വിളിക്കുന്നു. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും വേനൽക്കാലത്താണ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. അടുത്തത്, യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളിൽ വീശുന്ന കാറ്റാണ് ഏത്? ഫോൻ എന്ന് പറയുന്നത്. എവിടെ? യൂറോപ്പിലെ യൂറോപ്പ് കേട്ടോ. മുന്തിരിക്കുലകൾ പാകമാകാനായിട്ട് സഹായിക്കുന്ന പ്രാദേശികവാദമാണ് ഫോൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ ചിനൂക്ക് എന്നും ഫോണിനെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മഞ്ഞുതീനി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഏതിനെ? ചിനൂക്കിനെ വിളിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്തു വെക്കാം കേട്ടോ. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരകളിൽ വീശുന്ന കാറ്റാണ് ഏത്? റോക്കീസ് പർവ്വതനിരകളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏതെന്ന് പറഞ്ഞാൽ ചിനൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ യൂറോപ്യൻ ചിനൂക്ക് എന്ന് എന്തിനെ വിളിക്കുന്നു? ഫോണിനെ വിളിക്കുന്നു. മഞ്ഞുതീനി എന്ന് വിളിക്കുന്നു. ഏതിനെ? ചിനൂക്കിനെ വിളിക്കുന്നു കേട്ടോ. തെറ്റിക്കരുത് കേട്ടോ. ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഏത്? ഹെർമാറ്റൻ എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന വരണ്ട കാറ്റാണ് ഏത്? ഹെർമാറ്റൻ എന്ന് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്തത്, പെരിയാർ നദിയെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. അപ്പൊ ഇത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെരിയാറിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നമുക്ക് പറയാം. അതിൽ നോക്കണ്ട. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ അല്ലെ. 244 കിലോമീറ്റർ ആണ്
എത്രയാണ് അതിന്റെ നീളം? സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് അല്ലെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത്, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് അല്ലെ, ചൂർണി എന്ന കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്, ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെരിയാറിനെയാണ് പറയുക അല്ലെ. പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് മുല്ലയാറ്, മുതിരപ്പുഴ, അതുപോലെ പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ് തുടങ്ങിയവ. ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ പെരിയാർ നദി മംഗലംപുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം എവിടെയാണ്? ആലുവയിലാണ്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? പെരിയാർ തന്നെയാണ് ട്ടോ. അടുത്തത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തീരില്ല, അത്രയും കുറെ ഉണ്ട് അല്ലെ. കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തു വെക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് എന്ന് മനസ്സിലാക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ കാര്യങ്ങളും സേവനങ്ങളും ഓൺലൈനായി ലഭിക്കാൻ കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഏത്? കെ സ്മാർട്ട്. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് കെ സ്മാർട്ടിന്റെ പൂർണ്ണരൂപം. 2004 ജനുവരി 1 കെ സ്മാർട്ട് നിലവിൽ വന്നത്. പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇൻഫോർമേഷൻ കേരള മിഷൻ ആണ് കെ സ്മാർട്ട് വികസിപ്പിച്ചത് എന്ന് ഓർത്തുവെക്കാം. കെ സ്മാർട്ടിന്റെ ആപ്തവാക്യം ഡെലിവറിംഗ് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, കെ സ്മാർട്ട് നമ്മൾ ആ ഒരു ഫുൾ ഫോം ടീച്ചർ വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. അടുത്ത നോക്കിയ മക്കളെ, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി ആദ്യകാലങ്ങളിൽ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞതാണ് പെരിയാർ ടൈഗർ റിസർവ്, ഇനി വീണ്ടും പറയണില്ല. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. ഏതാണ്? പുല്ലമ്പാറ. ഡി ആണ് ഓപ്ഷൻ. അടുത്തത് നോക്കാം, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരകളിലെ ഹിമാനികളിൽ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണിനെ എന്ത് വിളിക്കുന്നു? കരേവാസ് മണ്ണ്. എന്താ വിളിക്കുന്നത്? കരേവാസ് മണ്ണ് എന്നാണ് വിളിക്കുന്നത് ട്ടോ. കരേവാസ് ട്ടോ. കാശ്മീർ താഴ്വരയിലെ ഹിമാനികളിൽ നിക്ഷേപിക്കുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന മണ്ണാണ്. അതുപോലെ നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് ഏത്? കരേവാസ് മണ്ണ്. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങൾ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ ഏതു പേരിൽ അറിയപ്പെടുന്നു? മഴ നിഴൽ പ്രദേശങ്ങളിൽ എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ചിന്നാർ വളരെ പ്രധാനപ്പെട്ട ഒരു മഴ നിഴൽ പ്രദേശമാണ്. ചിന്നാർ ഒരു വന്യജീവി സങ്കേതമൊക്കെയാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അടുത്തത് 40ാമത്തെ ചോദ്യം, വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ എന്താണ് തെറ്റായവ? എന്താണ് തെറ്റ് തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. എന്താണ്? കല്ലടയാറിന്റെ പതനസ്ഥാനമാണ്. തെറ്റാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. ശരിയാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ്. തെറ്റാണ് കേട്ടോ. അപ്പോ എന്താണ്? അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളിയും തണ്ണീർമുക്കം ബണ്ടുമാണ് അതിന്റെ ശരിയായിട്ടുള്ളത്. മുന്നേ നമ്മൾ അഷ്ടമുടി കായലും വേമ്പനാട് കായലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര അമാനുഷിക സഹായം നൽകുന്നതിന് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് ഓർക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് എന്നറിയപ്പെടുന്ന തുറമുഖവും ഏതാണ്? പറയാതെ തന്നെ അറിയാലോ, നീണ്ടകരയാണ് എന്ന് ഓർത്തു വയ്ക്കുക അല്ലെ. ഏതാണ്? നീണ്ടകരയാണ് എന്ന് ഓർക്കാം. നീണ്ടകര എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായവ ഏത്? അടിയിൽ പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ പറയാറില്ലേ അടി നമ്മൾ ശരിയായത് തെറ്റായത് അങ്ങനെയൊക്കെയുള്ള നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കണമെന്ന്. കാരണം അത് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. എന്താണ്? കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. തെറ്റാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം കൊച്ചിയാണ്. രണ്ടും തെറ്റാണ് അല്ലെ. PG അല്ലേ മക്കളെ. അപ്പോ സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിതവനമാണ്. ശരി. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ശരിയാണ്. അപ്പൊ 2, 3, 4 ശരിയാണ് അല്ലെ. അടുത്തത് ചേരുംപടി ചേർക്കാം. ചേരുംപടി ചേർക്കുക ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ധാരാളം കാണാറുണ്ട് അല്ലെ. അപ്പൊ ഏതാണ് ചേരുംപടി ചേർക്കാൻ പറഞ്ഞു കൊടുത്തേക്കണേ?
കരുമാടിക്കുട്ടൻ സ്മാരകം. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാ? ആലപ്പുഴയിലാണ്. അടുത്തത് ചന്ദ്രഗിരി കോട്ട. ചന്ദ്രഗിരി കോട്ട എവിടെയാ? കാസർഗോഡാണ്. അടുത്ത് പുനലൂർ തൂക്കുപാലം എവിടെയാ? കൊല്ലം ജില്ലയിലാണ്. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാ? എവിടെയാണ് വാഗൺ ട്രാജഡി സ്മാരകം കാണപ്പെടുന്നത്? മലപ്പുറം ജില്ലയിൽ. ഇത്രയും കാര്യം ശരിയായില്ലേ? താഴെ തന്നിരിക്കുന്ന ഇന്നും ശരിയായവ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. 45. ബോക്സർ കലാപം തെറ്റ്. അടുത്തത് ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക ശരി. അടുത്തത് എന്താണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന തെറ്റ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് ശരി. അപ്പൊ എവിടെയാണ് എന്താ പറയുന്നത്? നമ്മുടെ ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയും അതുപോലെ തന്നെ എന്താണ് രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടും ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി എന്താ പറയുന്നത്? ബോക്സർ കലാപം എവിടെയാണ്? ചൈന. ബോക്സർ കലാപം എവിടെയാണ്? ചൈനയിലാണ്. എന്താണ് ബോക്സർ കലാപം ചൈന എന്നും അതുപോലെ തന്നെ പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താണ്? ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ ആ കാര്യത്തില് ഒരു തീരുമാനമായില്ലേ? അടുത്ത ചോദ്യം 46. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? അതിന്റെ പേരാണ് കോകില സന്ദേശം. എന്താ അതിന്റെ പേര്? കോകില സന്ദേശമാണ്. എന്താണ്? കോകില സന്ദേശം. മലയാളത്തിൽ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാ മക്കളെ? ഉണ്ണുനീലി സന്ദേശം. ഏതാണ്? ഉണ്ണുനീലി സന്ദേശമാണ് മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം എന്ന് ഓർത്തു വെക്കാം കേട്ടോ. ചോദിക്കാം. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. കേരളോർമ്മ വലിയ കോയി തമ്പുരാന്റെയാണ് മയൂര സന്ദേശം. ഏതാണ് മയൂര സന്ദേശം? കേരളോർമ്മ വലിയ കോയി തമ്പുരാന്റെയാണ് മയൂര സന്ദേശം എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. 47ാമത്തെ ചോദ്യം ഏതാ? ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ. അവയുടെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന അർത്ഥത്തിൽ ക്രമീകരിച്ചെഴുതുക. ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക്. അപ്പോ ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് അങ്ങനെ വരും. ഭൂവൽക്കം മാന്റിൽ, പുറക്കാമ്പ് അകക്കാമ്പ് എന്ന് വരുമ്പോഴാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ്. ക്രസ്റ്റ്, മാന്റില്, കോറ് നമ്മൾ പഠിച്ചിട്ടില്ലേ ജോഗ്രഫിയില്? അത്. ഇനി 48. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. തെറ്റായവ. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങൾ ഉണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തും. 18 വയസ്സ് തികഞ്ഞ എല്ലാവരും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. അവകാശങ്ങളുള്ള പോലെ നമുക്ക് കടമകളുണ്ട്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. ഏതാണ്? സി ആണ് ഇതിന്റെ. 1 അതുപോലെ തന്നെ 4 അതുപോലെ തന്നെ 6 അതൊക്കെ തെറ്റാണ്. 1, 4, 6 തെറ്റാണ്. ബാക്കിയുള്ളതാണ് ശരി. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. അവകാശങ്ങൾ ഉള്ള പോലെ നമുക്ക് കടമകളുണ്ട്. ഇതൊക്കെ എന്താണ്? ശരിയാണ്. ബാക്കിയുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവന. 2025 മാർച്ചില് അന്തരിച്ച വാൾക്കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? കണ്ടോ, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാറുണ്ട്. അപ്പൊ പലർക്കും എന്താ പറയാ വലിയൊരു പ്രാധാന്യം തോന്നില്ല. പക്ഷെ പ്രധാനമാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആരാണ് അദ്ദേഹം? പ്രശസ്തനായിട്ടുള്ള എന്താ പറയാ ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനായിട്ടുള്ള ആളാണ്. അമേരിക്കൻ നടനാണ്. ആര്? വാൽക്കിൽമർ എന്ന് പറയുന്ന വ്യക്തിയിട്ട് അമേരിക്കൻ നടനാണ്. അടുത്ത 50ാമത്തെ ചോദ്യം നോക്കിയ 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയേ? സാറാ ജോസഫിനാണ് കിട്ടിയത്. ആർക്കാ കിട്ടിയേ? സാറാ ജോസഫിനാണ് കിട്ടിയത് എന്ന് ഓർത്തു വെക്കാം. നീ അടുത്തത് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ഒഡീഷയാണ്. ആരാണ് ആരംഭിച്ചത്? ഒഡീഷയാണ് ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കുക. സുഭദ്ര യോജന പദ്ധതി. അടുത്തത് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറയിലാണ് എന്ന് മനസ്സിലാക്കുക. കരിമ്പൻ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? എന്താണ്? കരിമ്പൻ അല്ലെ. കരിമ്പൻ ഏത് വിഭാഗത്തിലാണ്? കരിമ്പൻ ഒരു ഫംഗസ് ആണ് മക്കളെ. കരിമ്പൻ എന്താണ്? ഫംഗസ് ആണ്. നാഗപതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? ഏതാണ്? കുരുമുളക്. ഏതാണ്? കുരുമുളക്. നാഗപതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്?
കുരുമുളകാണ് എന്ന് മനസ്സിലാക്കിയാട്ടാ. ഒരു സസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ളതും പെട്ടെന്ന് കായ്ഫലം തരുന്നതുമായ തൈകൾ ഉണ്ടാക്കുന്ന വിവിധ മാർഗങ്ങളെയാണ് നമ്മൾ പതിവയ്ക്കല്, ഒട്ടിക്കല്, കമ്പൊട്ടിക്കല് അങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. ചെടിയിലേക്കുള്ള നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടി പതിവെക്കുന്ന പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് നാഗ പതിവെക്കൽ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? മനുഷ്യ ശരീരത്തിന്റെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണത്? അത് ശരിയായിട്ടുള്ള ഉത്തരം ഹൈപ്പോ തലാമസ് എന്നുള്ളതാണ്. പക്ഷെ അത് PSC ഡിലീറ്റ് ചെയ്തു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഹൈപ്പോ തലാമസ് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഏതാണ് ഹൈപ്പോ തലാമസ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത് അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? 57 വൈറ്റമിൻ സി ആണ്. ഏതാണ്? വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ്. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉടമ്പടിയാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. എന്താ പറയുന്നത്, 72 സിംല കരാർ. 1972 ജൂലൈ 2 ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലാണ് എന്തൊപ്പിട്ടത്? സിംല കരാർ ഒപ്പിട്ടത് എന്നുകൂടി ഓർത്തു വയ്ക്കാം. ഇനി യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരള കലാരൂപങ്ങൾ ഏത് എന്ന് ഓർത്തു വയ്ക്കുക. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപമാണ് കൂടിയാട്ടം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2001 യുനെസ്കോന്റെ അംഗീകാരം അതിന് ലഭിച്ചത്. അപ്പൊ ഇത്രയാണ് 51. 60ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. സയൻസിന്റെ ഭാഗത്തായിട്ട് 2 സയൻസ് ഇന്ന് വന്നു അല്ലെ. അപ്പൊ സയൻസിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടീച്ചറുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും.